2020 അപ്പൂപ്പൻ മരിച്ചത്. മരിക്കുമ്പോൾ 85 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അപ്പൂപ്പൻ മരിച്ചന്ന് രാവിലെ ഞാന് എൻ്റെ മോൻ, അവന് 7-8 വയസ്സേ ഉള്ളൂ. തലേന്ന് രാത്രിയാണ് അപ്പൂപ്പൻ മരിച്ച്. ഞങ്ങൾ രാത്രി ഒരു മാർക്കറ്റിന്റെ പുറമ്പോക്കിലൊരു ഷെഡിലാണ് അപ്പൂപ്പനും അമ്മമ്മയും മരണകാലം വരെ ജീവിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ അപ്പൂപ്പൻ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു. പൊതുപ്രവർത്തന രംഗത്തേക്ക് അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്കൊക്കെ നമ്മളെ ആദ്യമായിട്ട് അതിൻ്റെ ഒരു സാധ്യതയൊക്കെ അല്ലെങ്കിൽ അപ്പൂപ്പനിലൂടെയാണ് ഞാനിത് കണ്ടത്. വെളുപ്പാൻ രാവിലെ വെള്ളവും കുടിച്ച് വെള്ള ഷർട്ടും മുമ്പോട്ട് കക്ഷത്തിലൊരു ഡയറി എടുത്തു വെച്ച് ഇറങ്ങും. പിന്നെ എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. ഓരോരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ നടക്കും. അപ്പൊ അങ്ങനെ നടക്കുന്ന 4 പ്രാവശ്യം വാർഡ് മെമ്പറായിരുന്ന, 1 പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന, ഒരു ദിവസം 8 ദിനപത്രമെങ്കിലും വായിക്കുന്ന, ഒരു പുസ്തകത്തിന്റെ ഒരു പേജെങ്കിലും വായിക്കാതെ ഉറക്കം വരാത്ത എൻ്റെ അപ്പൂപ്പൻ എൻ്റെ വലിയ ആരാധനാപാത്രമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അപ്പൂപ്പൻ മരിച്ചെന്ന് രാവിലെ തലേന്നെത്തി ആ വീട്ടിന്റെ മുമ്പിൽ ചടങ്ങുകൾ ഇങ്ങനെ നടക്കണമല്ലോ, അതിനുവേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പം എൻ്റെ മോന് വിശക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവനെ ഞാന് ഭക്ഷണം കൊടുക്കാനായിട്ട്, നമ്മുടെ വീട്ടിൽ ഒന്നും വെക്കത്തൊന്നുമില്ലല്ലോ, മരണ വീടല്ലേ, അവന് മരിച്ചതാണ് ഭക്ഷണം ഇല്ലാന്നൊന്നും പറഞ്ഞാൽ സമ്മതിക്കില്ല, വെച്ചല്ലേ. അപ്പൊ ഞാൻ ഒരു 7-8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തൊട്ടടുത്ത കവലയിൽ ചായക്കടയുണ്ട്. ചായക്കടയിലേക്ക് എൻ്റെ മോനെ ഭക്ഷണം കൊടുക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുക. അപ്പൊ സ്കൂളിൽ പഠിക്കുന്ന 2-3 കുട്ടികൾ, ഒരു 8ാം ക്ലാസ്സും ഒരു 5ാം ക്ലാസ്സൊക്കെ പ്രായമുള്ള 2 കുട്ടികളും മോനോട് ഒപ്പം റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു വണ്ടി വരുന്നതുകൊണ്ട് എൻ്റെ മോനെ പിടിച്ചു നിർത്തിയതിനോടൊപ്പം തന്നെ ആ മക്കളോടും പറഞ്ഞു, മക്കളെ ആ വണ്ടി പോട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ക്രോസ് ചെയ്യാം. അപ്പോഴാണ് ഈ കുട്ടികളിൽ മുതിർന്ന ആളുടെ ശ്രദ്ധ എൻ്റെ ആ റോട്ടിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന വീട്ടിൽ പന്തലിട്ടേക്കുന്നു. അപ്പൊ അവൻ ഇളയാളോട് ചോദിക്കാണ്, എടാ അവിടെ എന്താടാ പന്തലിട്ടേക്കണേ? ഈ ചെറിയ മോൻ മൂത്തയാളോട് പറയാ, അത് നീ അറിഞ്ഞില്ലേ, ആ തങ്കപ്പൻ ബലേനുണ്ടല്ലോ, പുള്ളി ചത്തുപോയി. 4 പ്രാവശ്യം പഞ്ചായത്ത് മെമ്പറായിരുന്ന, 1 പ്രാവശ്യം ആ കൊച്ചുൾപ്പെടുന്ന ആ കുട്ടി വരുന്ന അതേ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന, ബാക്കിയുള്ള ആളുകളെ എല്ലാം മെമ്പറെ എന്ന് വിളിക്കുന്നതും പ്രസിഡന്റോനെ വിളിക്കുന്നതും കേൾക്കാറുള്ള ഞാൻ എൻ്റെ അപ്പൂപ്പനെ കുറിച്ച് അത്രയും വലിയ ആളാണെന്ന് ഞാൻ തന്നെ വിചാരിച്ചിരുന്ന ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടി പറയുന്നത് കേൾക്കുന്നത് തങ്കപ്പൻ ബലയൻ മരിച്ചുപോയി എന്നാണ്. ആ 5ാം ക്ലാസ്സുകാരന്റെ മനസ്സിൽ വാർഡ് മെമ്പറും അല്ല, പഞ്ചായത്ത് പ്രസിഡന്റും അല്ല, അയാൾ വെറും തങ്കപ്പൻ ബലയനാണ്. ആ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് കണ്ടറിഞ്ഞത് കേവലം 5 വർഷങ്ങൾക്ക് മുമ്പ്. നമ്മള് പുരോഗമനവും നവോത്ഥാനവും കൊണ്ട് ഇളകി മറിച്ചു എന്ന് പറയുന്ന കേരളത്തിലെ പുതുതലമുറയിലെ ഒരു തത്വചിന്ത ബോധ്യവും ഇല്ലാത്ത ഏറ്റവും പുതിയ തലമുറയുടെ ഏറ്റവും പുതിയ കണ്ണിയിൽ നിന്നാണ് അത് കേൾക്കുന്നത്. അപ്പോ ഇത്രത്തോളം ഒന്നും ഒരു മാറ്റവും മനുഷ്യ മനസ്സുകളിൽ വന്നിട്ടില്ലാത്ത ഇടങ്ങളിൽ അധികാരം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ സാമൂഹ്യ ബോധം കൊണ്ടോ ഒന്നും മാറ്റിമറിക്കപ്പെട്ടിട്ടില്ലാത്ത, ഇനിയും വെളിച്ചമെത്തിയിട്ടില്ലാത്ത എത്രയോ ഇടങ്ങൾ, ആ കസേരകളിൽ ഇരിക്കുന്നത്, ആ കസേരകളുടെ വില അതിലിരിക്കുന്ന ആൾക്ക് നൽകേണ്ടതില്ല എന്ന് ബോധ്യമുള്ളവരുടെ ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഒരു അതിശയോക്തിയും കൂടാതെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. പുതിയ തലമുറയുടെ ഏറ്റവും പുതിയ കണ്ണിയിൽ നിന്നാണ് അത് കേൾക്കുന്നത്. അപ്പോ ഇത്രത്തോളം ഒന്നും ഒരു മാറ്റവും മനുഷ്യ മനസ്സുകളിൽ വന്നിട്ടില്ലാത്ത ഇടങ്ങളിൽ അധികാരം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ സാമൂഹ്യ ബോധം കൊണ്ടോ ഒന്നും മാറ്റിമറിക്കപ്പെട്ടിട്ടില്ലാത്ത, ഇനിയും വെളിച്ചമെത്തിയിട്ടില്ലാത്ത എത്രയോ